നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ സാബു എം ജേക്കബിൻ്റെ 2020 പാർട്ടി BJPയുടെ NDAയുടെ ഭാഗമായിരിക്കുകയാണ്. ഇതിനായുള്ള നീക്കങ്ങൾ കുറേ നാളുകളായി നടന്നു വരികയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതോടെ സാബു എം ജേക്കബിനെ NDAയിലേക്കും BJPയിലേക്കും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് വേഗത ഏറിയിരുന്നു. സാബുവും അവസാനം 2020യും BJPയുമായി കൈകോർക്കാനുള്ള നീക്കത്തിന് സമ്മതിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരെ പോലൊരാൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തനിക്ക് BJPയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് സാബു എം ജേക്കബിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയാണ് 2020 BJPയുടെ കുടക്കീഴിൽ എത്തിയത്. എറണാകുളം ജില്ലയിലെ ഏതാണ്ട് 4ഓളം അസംബ്ലി മണ്ഡലങ്ങളിലും നിരവധി പഞ്ചായത്തുകളിലും സ്വാധീനമുള്ള കക്ഷിയാണ് ഇപ്പോഴും 2020. തൃക്കാക്കര, എറണാകുളം, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ 2020ക്ക് കനത്ത സ്വാധീനം ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ഈ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമെല്ലാം 2020ക്ക് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയാണ് BJP 2020യെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനായുള്ള ചർച്ചകൾ നിരവധി തവണ നടന്നു. സാബു എം ജേക്കബും രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇതിന് ഒരു തീരുമാനമായത്. ഈ ചർച്ചകൾ പരിപൂർണതയിലെത്തിയപ്പോഴാണ് BJPയുടെ കുടക്കീഴിലേക്ക് വരാൻ സാബു എം ജേക്കബ് സമ്മതിച്ചത്. നേരത്തെ തൻ്റെ കിറ്റക്സിൻ്റെ യൂണിറ്റുകളെല്ലാം തെലങ്കാനയിലേക്ക് മാറ്റി വലിയ വിവാദം സാബു എം ജേക്കബ് സൃഷ്ടിച്ചിരുന്നു. കുന്നത്തുനാട് MLA ആയ ശ്രീനിജനെതിരെ PV ശ്രീനിജനെതിരെ സാബു എം ജേക്കബ് നടത്തിയ നീക്കങ്ങൾ വലിയ നിയമക്കുരുക്കുകളിലേക്കും നിയമവ്യവഹാരങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ നിയോജക മണ്ഡലങ്ങളിൽ, ഈ 4 നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലെല്ലാം ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. 2 പഞ്ചായത്തുകൾ ഇപ്പോൾ തന്നെ 2020ക്കുണ്ട്. ആ പഞ്ചായത്തുകൾ ഇനി BJPയുടെ പഞ്ചായത്തുകളായി മാറുമോ? ഈ ഒരു ആശങ്ക CPMനും കോൺഗ്രസിനുമുണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള 2020യുടെ ആളുകളെല്ലാവരും രാജിവെച്ച് വീണ്ടും മത്സരിക്കേണ്ട അവസ്ഥ വരും. ഏതായാലും BJPക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത 4 മണ്ഡലങ്ങളാണ് കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ BJPക്ക് ഇപ്പോൾ ഇനി വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള വലിയ സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും പ്രയോജനങ്ങളും അതുവഴി BJPക്ക് കിട്ടും. ഇവരുടെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം തന്നെ, മുനിസിപ്പൽ അംഗങ്ങളെല്ലാം തന്നെ BJPയുടെ അംഗങ്ങളായി മാറും എന്നുള്ള ഒരു വലിയൊരു നേട്ടവും BJPക്ക് ഇതുവഴി ലഭിക്കുകയാണ്. ചുരുക്കത്തിൽ നേട്ടം BJPക്കാണ്. സാബു ജേക്കബിനും നേട്ടമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വലിയ ആളായി മാറുക എന്ന് പറയുന്നത് ഒരു വ്യവസായ പ്രമുഖനായ സാബു എം ജേക്കബിന് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ ശക്തിയും പിടിയും ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുക. ഏതായാലും BJPക്കും സാബു എം ജേക്കബിനും ഒരേപോലെ ഗുണമുള്ള ഒരു ഇടപാടാണ് ഈ 2020 ഇപ്പോൾ BJPയുടെ കുടക്കീഴിൽ എത്തിച്ചേർന്ന ഈ രാഷ്ട്രീയ നീക്കം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ബാധിക്കുന്നത് ഈ 4 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ ആയിരിക്കും. കാരണം സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് ഈ 2020 പിടിക്കാറുള്ളത്. ഇനി ഈ വോട്ടുകൾ എത്രണ്ണം BJPയിലേക്ക് പോകും, എത്രണ്ണം തിരിച്ച് കോൺഗ്രസിലേക്ക് പോകും നമുക്കിപ്പോൾ കണക്ക് കൂട്ടുക വയ്യ. ഏതായാലും സാബു എം ജേക്കബിൻ്റെ 2020 പാർട്ടി BJPയിൽ എത്തിയതോടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം എറണാകുളത്തെ ഈ 4 നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും രൂപപ്പെടുകയാണ്. സാബു എം ജേക്കബ് ഒന്നും കാണാതെ എടുത്തു ചാടുന്നയാളല്ല. BJPയിൽ ചെന്ന് കയറിയത് കൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ പ്രയോജനങ്ങൾ, കൃത്യമായ നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പാർട്ടിയെ ലഭിച്ചത്. മാത്രമല്ല, ഇനി UDF അധികാരത്തിൽ വരുന്ന അന്തരീക്ഷം ഉണ്ടായാൽ 2020യെ അവർ വച്ചുവാഴിക്കില്ല. കാരണം CPM തണലിലാണ് ഈ 2020 ഇവിടെ വളർന്നത്. കാരണം കോൺഗ്രസിൻ്റെ വോട്ടാണ് ചോർത്തുന്നതെന്നുള്ളത് കൊണ്ട് CPMന് 2020യോട് അത്ര വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇനി UDF അധികാരത്തിൽ വരുമ്പോൾ കളി മാറും. ഇതെല്ലാ കാര്യങ്ങളെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് UDF ഭരണം വരുന്നതിന് മുമ്പ് 2020യെ BJP ലയിപ്പിച്ചാൽ പിന്നെ തൻ്റെ തലവേദന തീർന്നു കിട്ടിയല്ലോ, തനിക്ക് സ്വസ്ഥമായി തന്നെ കച്ചവടവുമായി നടക്കാം എന്നുള്ള ഒരു ബുദ്ധിയും ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.